ഡോക്ടർ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നത്തിങ്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഫ്രണ്ടിന്റെ നിഗമനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് പറയുമ്പോൾ അത് വിചിത്രമായി തോന്നുന്നു. ഡോക്ടർ എമിലി പറയുന്നു കിരണാണ് ഈ സംഭവങ്ങളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ, അല്ലേ? അതെ സർ. എന്റെ സംശയങ്ങൾ കിരണിനെ ചുറ്റിപ്പറ്റിയാണ്. അവളിലൊരു സൈലന്റ് ക്രിമിനൽ ജീവിക്കുന്നുണ്ട്. ദീസ് ആർ ഓൾ മൈ കൺക്ലൂഷൻ ആസ് എ സൈക്കാട്രിസ്റ്റ്. കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. നിങ്ങൾക്ക് സത്യം പറയിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരാളായിരിക്കും അവൾ. കിരണിന് നല്ല 2 പെട കൊടുത്താൽ എല്ലാ സത്യങ്ങളും അവൾ പറയും. കസ്റ്റഡിയിലെടുക്കുന്നവരെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് ഡോക്ടർ പോലീസിന് അഡ്വൈസ് ചെയ്യണ്ട. സർ, ഞാൻ പൊതുവായ ഒരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ പറയുന്നതെല്ലാം പൊതുവായ കാര്യങ്ങൾ തന്നെയാണ്. There is no specific reason for it. സർ, പോലീസ് അങ്ങനെ ചിന്തിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. നോ, എനിക്ക് നിങ്ങൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. വൈ നോട്ട്? ഡോക്ടർ ഗബ്രിയലിന് വരുന്ന അൺനോൺ നമ്പർ കോൾ ഒരു മിഥ്യയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും മനുഷ്യ മനസ്സുകളുടെ ഏത് തലത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർ, ഞാനൊന്ന് പറയുന്നത്. യെസ്, ഐ നോ. ആർക്കും സങ്കല്പിച്ച് പറയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളും പറയുന്നത്. ദേ, സ്വന്തം വാദങ്ങൾ പ്രൂവ് ചെയ്യാൻ എന്തും വിളിച്ച് പറയരുത്. വേർ ഇസ് ദ എവിഡൻസ്? ഇതിനെല്ലാം സോളിഡ് എവിഡൻസ് എവിടെ? അഞ്ചു സുന്ദരികൾ കാറ്റാടി മലയിൽ പോയി, ശരിയാണ്. ആരവെന്ന പ്രതിയെ അവർക്കൊപ്പം കണ്ടവരാരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫുണ്ടോ? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യ്. തെളിവുകൾ എന്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാ നിനക്കിതൊക്കെ മനസ്സിലായത്? 5 സുന്ദരികളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ സംശയങ്ങളാണിതെല്ലാം. ഡോക്ടർക്ക് സംശയം തോന്നാനുള്ള കാരണം എന്തെങ്കിലും കാരണമല്ല, ആർക്കെങ്കിലും വെറുതെ സംശയം തോന്നും. ഓക്കെ, റൈറ്റ്. ഇക്കാര്യത്തിൽ കിരണിനെ മാത്രം നിങ്ങൾ സംശയിക്കുന്ന എന്തിനാ? സർ, കിരണിനെ വിശദമായി ചോദ്യം ചെയ്യൂ. അപ്പൊ എന്റെ സംശയത്തിന്റെ കാരണം മനസ്സിലാകും. സർ, അവർ പഠിക്കാനായിട്ട് ഈ നാട്ടിലെത്തിയ 5 പെൺകുട്ടികളാണ്. 5 പേരും സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഒരു തെളിവില്ലാതെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അവരോട് ഇതൊക്കെ ചോദിക്കുന്ന പോലും തെറ്റാ. എനിക്ക് ആ അഭിപ്രായമില്ല. പോലീസിന് ഒരാൾ ഒരു ഇൻഫർമേഷൻ തന്നാ പോലീസ് അത് ഗൗരവമായിട്ട് കാണണം. മാർക്കോയുടെ മരണത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട പ്രതിയാണ് കിരൺ. ഞാനത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിനെപ്പറ്റി ഞങ്ങൾ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ ഡോക്ടർക്ക് പോവാം. താങ്ക് യു സർ. ഗബ്രി, 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 ഗബ്രി നിക്ക്. ഗബ്രി, നീ പിണങ്ങി പോവാണോ? നീ പിണങ്ങി പോവാണെന്ന് എനിക്കറിയാം. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ പറയുന്നത് കേൾക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്.